ഇനി ബീഹാറിലെ മഹാസഖ്യത്തിലെ തർക്കം പരിഹരിക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുകയാണ്. തേജസ്വി യാദവുമായുള്ള ചർച്ചയ്ക്കായി കോൺഗ്രസ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലേക്ക് പോവുകയാണ്. തേജസ്വി യാദവുമായി ഇന്നലെ KC വേണുഗോപാൽ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ബാലഗോപാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ബാലു, കോൺഗ്രസ് RJD ഈ സഖ്യം, അത് മഹാസഖ്യത്തിൽ ഒരുപാട് വിള്ളലുകൾ ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ അവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോലും RJD സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു സമവായത്തിലേക്ക്, ഈ സീറ്റ് തർക്കം സംബന്ധിച്ചുള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ബാലു? ഈ ബീഹാറിലെ മഹാസഖ്യത്തിലുണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങൾ ആ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി അശോക് ഗെഹ്ലോട്ടിന്, അതായത് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ടിനെ അടിയന്തരമായി പട്നയിലേക്ക് അയക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അശോക് ഗെഹ്ലോട്ട് പട്നയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് തേജസ്വി യാദവുമായി അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നലെ KC വേണുഗോപാൽ തേജസ്വി യാദവുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ അശോക് ഗെഹ്ലോട്ടിനെ പട്നയിൽ അയച്ച് ചർച്ച നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായകമായ ഈ നീക്കം ഇപ്പോൾ നടക്കുന്നത്. മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ 10ഓളം മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ സൗഹൃദ മത്സരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നാളെ പട്നയിൽ സംയുക്ത വാർത്താ സമ്മേളനം, അതായത് ഈ മഹാസഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഉൾക്കൊള്ളുന്ന സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് ചേർക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹൃതമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുന്നതായിരിക്കും. അതായത് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണമെന്ന RJD ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുവാനാണ് സാധ്യത. അത് സംബന്ധിച്ച് തീരുമാനമാകുന്നതായിരിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കും. ഏതായാലും നാളത്തേന് ശേഷം കോൺഗ്രസ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പട്നയിലെത്തി മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന സൂചനകളും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. ഏതായാലും വൈകിയാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അടിയന്തര ചർച്ചകൾക്കായി ഈ അശോക് ഗെഹ്ലോട്ട് ഇന്ന് പട്നയിൽ എത്തിയതിനു ശേഷം ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും രമ്യമായും പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ ബാലു, എന്തായാലും ബീഹാറിൽ ഭരണം പിടിക്കണമെങ്കിൽ മഹാസഖ്യം ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ പോരാ, ഒരു ഒത്തുതീർപ്പിലേക്ക്, സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അതുകൊണ്ട് നിലവിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അശോക് ഗെഹ്ലോട്ട് ഇന്ന് തേജസ്വി യാദവുമായി നേരിൽ കണ്ട് ഈ കാര്യങ്ങളിലൊക്കെ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. അപ്പോൾ അതിൽ എന്ത് അപ്ഡേറ്റ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.